നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ആഹാരം. അപ്പോൾ ദാ ഇവിടെ ഒരു വലിയ വെറൈറ്റീസ് ഓഫ് ഡിഷസിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അമ്മയുടെ 31ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒറ്റപ്പാലം റോയൽ കാറ്റേഴ്സ് ഒരുക്കിയിട്ടുള്ള വിഭവ സമൃദ്ധമായ ഒരു എന്താ പറയുക, സദ്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റായി പോകും. ഒരുപാട് ഐറ്റംസ് ആണ്, ഒരുപാട് ഡിഷസുകളാണ്, ഒരുപാട് വെറൈറ്റീസ് ആണ്. ഫുഡിൻ്റെ ഒരു മായ ലോകത്തിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഒറ്റപ്പാലം റോയൽ കാറ്റേഴ്സിൻ്റെ സാരഥികളാണ് ദാ ഇപ്പം എൻ്റെ ഇടവും വലവുമായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ അമ്മയുടെ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും വിഭവ സമൃദ്ധമായ ഒരു ഫുഡ് സെഷനാണ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ആസ് എൻ ആങ്കർ ഞാൻ പല ഇവൻറ്റുകൾക്ക് പോകുമ്പോഴും നിങ്ങളുടെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഐ നോ വാട്ട് ഇസ് ദ ക്വാളിറ്റി, ടേസ്റ്റ് ആൻഡ് എവറിത്തിങ്. പക്ഷേ നമുക്ക് ഓണേഴ്സിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പം അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പം 2 പേർക്കും വെൽക്കം. അപ്പം ഞാൻ റൈറ്റ് ഓർ ലെഫ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടെ തുടങ്ങാം അല്ലേ? ലാലേട്ടനെ പോലെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ശരി, പേര്? അനീസ്. അപ്പം ഇക്ക, അതാണ് കുറച്ചുകൂടെ എളുപ്പം. എന്താണ് ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഇന്ന് ആസ് യൂഷ്വൽ നമ്മൾ 2022 മുതലാണ് അമ്മ അസോസിയേഷൻ ഇതേപോലെ ഒരു കാറ്ററേഴ്സുമായിട്ട് ഫുഡ് അസോസിയേഷൻ തുടങ്ങിയത്. അന്ന് മുതൽ റോയൽ കാറ്ററിംഗ് അമ്മയ്ക്ക് വേണ്ടി ഫുഡ് ചെയ്യുന്നുണ്ട്. ഇത് 4ാമത്തെ വർഷമാണ് ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ് ഫുഡ് ചെയ്യുന്നത്. ഇന്നത്തെ സ്പെഷ്യാലിറ്റീസ് നമ്മളെല്ലാ വർഷവും നമ്മുടെ മെനൂസ് വെറൈറ്റി ഓഫ് സ്പ്രെഡ്സ് ആണ് വരുന്നത്. ഓരോ തവണ കഴിഞ്ഞ വർഷം ബിരിയാണിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ്. അതിന് മുന്നത്തെ വർഷം സൂഷീസ്, പഴങ്കഞ്ഞി, അങ്ങനെയുള്ള ഈ തവണ നമ്മൾ സാലഡ്സും അതുപോലെ കുറച്ച് ഡെസേർട്ട്സും, ടർക്കി ഡെസേർട്ട്സുകൾ കുറച്ചും കൂടെ വലിയൊരു വിപുലമായുള്ള ഒരു സ്പ്രെഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഹിറ്റായിട്ടുള്ള അവിലപ്പം, മട്ടൺ ബിരിയാണി, കാന്താരി ചിക്കൻ, അങ്ങനെ അമ്മയിലെ മെമ്പേഴ്സിന് ഇഷ്ടങ്ങൾ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഫുഡ് മെനു ആണ് സർവീസ്. അതുകൊണ്ടാണ് നമ്മൾ 4ാമത്തെ വർഷമായിട്ട് അമ്മയിൽ നിൽക്കുന്നത്. ഫുഡിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിക്ക പറഞ്ഞത്, സർവീസ്. ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്ക് ഒരു സ്നേഹം അവരോട് തോന്നിപ്പോകുന്ന രീതിയിലുള്ള സർവീസാണ്. അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കാം. ഹായ്, പേര്? നബീൽ. അപ്പം പറഞ്ഞോളൂ, നമ്മുടെ സർവീസിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ പൊതുവെ ഫുഡിന്റെ മടുപ്പ് തോന്നാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് 4 വർഷം കണ്ടിന്യൂസ് നമുക്ക് വീട്ടിലത്തെ ഒരു ഫുഡാണ് നമുക്ക് മടുപ്പ് വരാതിരിക്കുക. വേറെ ഏത് ഹോട്ടലിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ചിലപ്പം കണ്ടിന്യൂസ് ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു ഫുഡ് നമ്മൾ എന്തായാലും മടുക്കും. അപ്പോൾ ആ ഒരു മടുപ്പ് വരാതെ എങ്ങനെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള റെസിപ്പിക്ക് അനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പുതുമകൾ ഉണ്ടാവണം, അതിൻ്റെ സ്പ്രെഡ് ഉണ്ടാവണം, അത് യുണീക്നെസ് ഉണ്ടാവണം. അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള സ്പ്രെഡ് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാർ ഇവിടെ വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കൗണ്ടേഴ്സ് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓരോന്നും എടുത്ത് പറയേണ്ടതാണ്. ഫുഡിൻ്റെ ക്വാളിറ്റി, സർവീസ്, കൗണ്ടേഴ്സിൻ്റെ ഭംഗി, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മെനു. എൻ്റെ ദൈവം, ഇത്രയും വലിയൊരു മെനു, എന്തോരം വിഭവങ്ങളാണ്. നോർമലി സെലിബ്രിറ്റീസ് എല്ലാം ഡയറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതെ, ഞാൻ ചോദിക്കാൻ വന്നത്. പക്ഷേ ഈ അമ്മയുടെ മീറ്റിങ്ങിന് ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗിന്റെ ഫുഡ് അങ്ങനെ അവർ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാറുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാറ്. ഞാനും പേര് പറയുന്നില്ല. നമ്മൾക്കത് അത്രത്തോളം നമ്മൾ ഫുഡ് ടേസ്റ്റ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഡയറ്റ് ഒരു മറക്കും. എല്ലാ ആളുകളും അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യും. ഫുഡ് നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അതനുസരിച്ചുള്ള സാലഡുകൾ, ഡയറ്റ് ഫുഡ്സ്, ആ രീതിയിലുള്ള സാലഡ്സ് ഉണ്ട്. ആ രീതിയിലുള്ള ഡയറ്റ് ഫുഡ്സ് വേറെ വരുന്നുണ്ട്. നാടൻ ഫുഡ് വരുന്നുണ്ട്. പാൽക്കപ്പ, ഫിഷ് കറി, പഴങ്കഞ്ഞി വരെ എന്നിവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മെനൂസ് ഉണ്ട്. കാരണം പല ആളുകൾക്കും പല ചോയ്സസ് ഉണ്ടാവും. ചില ആൾ ബിരിയാണി മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബിരിയാണി, സ്പ്രെഡ് ബിരിയാണി ഉണ്ട്, മട്ടൺ ബിരിയാണി, ലഗോൺ ബിരിയാണി, മഷ്റൂം ബിരിയാണി, ബ്രെഡ്സും നമ്മുടെ സ്പെഷ്യൽ അവിലപ്പം, നവാബി റൊട്ടി, കാന്താരി ചിക്കൻ, അങ്ങനെ പോലെ ബ്രെഡ്സ് കഴിക്കുന്ന ആളുകൾക്ക് റൈസോ അങ്ങനെ ഒരു സ്പ്രെഡ് വരുന്നുണ്ട്. സാലഡ്സാണ്, അത് വിപുലമായ സ്പ്രെഡ്. എല്ലാ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു മെനു. അതെ, അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഷനിൽ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെനു ആണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടേസ്റ്റും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും. ആ ഒരു ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് അമ്മയുമായിട്ട്, അതെ, ഒറ്റപ്പാലം റോയൽ കാറ്റേഴ്സ് നമ്മളുടെ അമ്മയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ, അവർക്ക് ഇഷ്ടം
ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയും ഈ ഒരു യാത്ര തുടരട്ടെ അല്ലേ, തുടരൂ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെ വരാം അല്ലേ. യെസ്, അപ്പം ഇവർക്ക് കുറച്ചധികം തിരക്കുകളുള്ളതുകൊണ്ട് ഇവരെ ഞാൻ ഇവിടെ തന്നെ നിർത്താണ്. അല്ല, നിങ്ങൾ ഓടി നടക്കുകയാണ്, നമുക്കൊന്ന് പോയി ഓടി വന്ന് കണ്ടിട്ട് വരാം. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.